ചില ആൾക്കാർ ഒരുപാട് കാലങ്ങളായിട്ട് വിവാഹം അന്വേഷിക്കുന്നു, നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഭവനത്തിന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ആരെ കയ്യിലും കൊണ്ട് ദുർമന്ത്രവാദത്തിനും അനാവശ്യമായി കാശ് ചിലവാക്കി നിങ്ങൾ സമയം കളയണ്ട. ആത്മഹത്യ ചെയ്ത വീടുകളിൽ നിൽക്കാൻ പറ്റുമോ നമുക്ക്? കാരണം ദോഷമുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ആത്മഹത്യ സംഭവിച്ചൊരു വീട്ടിൽ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു വിവാഹബന്ധം വേർപിരിയൽ, അസുഖങ്ങൾ, കുട്ടികൾക്ക് വരുന്ന ഈ ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ, ഇതൊക്കെ ഒരു വീടിൻ്റെ ദോഷസ്ഥാനം കൊണ്ട് സംഭവിക്കുന്നതാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുട്ടികൾ ഓട്ടീസം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കിഴക്കടഞ്ഞ വീട്ടിലെ മൂത്ത കുട്ടികൾക്ക് ഓട്ടീസം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 എപ്പിസോഡ് എല്ലാവർക്കും വളരെ പ്രയോജനകരമായ ചോദ്യോത്തരങ്ങളായിരുന്നു. ഇന്നും നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി, ഇപ്പം നിങ്ങളൊരു വാസ്തുശാസ്ത്രജ്ഞനെ നോക്കാൻ പോവുകയാണെന്നിരിക്കട്ടെ, ഒരു വീട് പണിയാൻ കാത്തിരിക്കുകയെന്നിരിക്കട്ടെ, എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങൾ, അതിന് നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനകരമാവും എന്ന് നമുക്ക് സാറിൽ നിന്ന് തന്നെ മറുപടി നോക്കാം. നമസ്കാരം സാർ. സാർ, ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിൽ തോന്നിയത് തന്നെയാണ്. അപ്പം അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ ആത്മഹത്യ ചെയ്ത വീടുകളിൽ നിൽക്കാൻ പറ്റുമോ നമുക്ക്? കാരണം ദോഷമുണ്ടോ അങ്ങനെ എന്തെങ്കിലും? നല്ല ചോദ്യമാണ്. ഒരുപാട് ആൾക്കാരുടെ സ്വരമായി തന്നെയാണ് നിത്യയുടെ ശബ്ദമായിട്ട് ഞാനത് കേൾക്കുന്നത്. കാരണം ആത്മഹത്യ സംഭവിച്ചൊരു വീട്ടിൽ പിന്നെ അങ്ങോട്ട് പ്രവേശിക്കാൻ ഒരുപാട് ആൾക്കാർ പേടിയാണ്. അതൊരു സ്വാഭാവികത്വമുണ്ട്. ഇപ്പോൾ കുറച്ച് ബ്ലഡ് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ദൂരം നമ്മുടെ ശരീരത്തിൽ ആ ബ്ലഡ് കൊണ്ട് നമ്മൾ പലപ്പോഴും കാണുമായിരിക്കും. പക്ഷെ അവിടെ വേറൊരു രക്തം ചിന്തുന്ന ആക്സിഡന്റ് പോയിന്റ് നമുക്ക് വല്ലാത്തൊരു സെയിം ഇത് തന്നെയാണ് അതും. പക്ഷേ ആത്മഹത്യ പ്രേരണ എന്നുള്ള ഒരു വീടിനുള്ളിൽ നിന്നും വീടായി ഒന്നും സംഭവിക്കില്ല. അതിനുള്ളിലെ പ്രേരണയാണ്. ആത്മഹത്യക്ക് ഏറ്റവും പരിസരത്തുകൊണ്ട് വിടുന്നത് വീടാണ്. അപ്പോൾ വീടിന്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ആ വീട് അവാസ്തുവാകുന്നു. അവാസ്തുവാകുമ്പോൾ അതിൻ്റെ എനർജി റിവേഴ്സായി ആ വീട്ടിലുണ്ടാകുന്ന വ്യക്തിയുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും വലുതായി അയാൾ സങ്കല്പിച്ചുകൊണ്ട് എനിക്കിനി മുന്നോട്ടൊരു വഴിയില്ല, ദർ ഇസ് നോ വേ എന്നുള്ളൊരു ഇത് മനസ്സിൽ ഉഗ്രമായി തീരുമാനിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രതീക്ഷയുള്ളവരാരും ആത്മഹത്യ കണ്ടിട്ടുണ്ടോ? ചില വീടുകൾ അതിൻ്റെ നമ്മുടെ പ്രതീക്ഷകൾ അവസാനിപ്പിക്കുന്നു. അത് വിശദമായി സംസാരിക്കണമെങ്കിൽ എവിടെ എന്ത് ഫോൾട്ട് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതും അത് സ്ത്രീക്കാണോ പുരുഷനാണോ എന്നുള്ളതും വാസ്തുവിൽ മറ്റു ചില ചോദ്യങ്ങളിലൂടെ ഞാൻ അതിന് ഉത്തരം നൽകാം. പക്ഷേ ചോദിച്ച ചോദ്യം, ആത്മഹത്യ നടന്നൊരു വീട്ടിനുള്ളിൽ രണ്ടാമത് ഒരു വ്യക്തിക്ക് അവിടെ പോകുമ്പം അതേ പറ്റുമോ എന്നല്ലേ ചോദിച്ചത്. അതൊരു സൈക്കോളജിക്കലി ഉണ്ടാകുന്ന ഒരു ഭയമാണ്. അത് എല്ലാവർക്കും മറ്റു പല രീതികളിലും ഉണ്ടാകുന്നത്. കാരണം ചോദിക്കുക, ഇനി ആ വീട്ടില് പ്രേതബാധ ഉണ്ടോ എന്നാണ് എല്ലാവരുടെയും ആദ്യത്തെ ഒരു സംശയം. അങ്ങനെയാണ് ആ വീട്ടിൽ പ്രേതമുണ്ട് എന്നാണ് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം. ഒരുപക്ഷെ പ്രേതം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെക്കാൾ നിസ്സഹായരും ദുർബലരുമാണ്. ഈ പേന എന്റെ കയ്യിൽ നിന്ന് വീഴുകയാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും. നിങ്ങളുടെ സാങ്കല്പിക പ്രേതത്തിന് പോലും അതിന് കഴിയില്ല. അപ്പോൾ അതിനേക്കാൾ വലിയൊരു ആരോഗ്യവാനാണ് നമ്മൾ. മനസ്സിനെ നമ്മൾ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഭാവന ചെയ്യുന്ന അങ്ങനൊരു രൂപവും അങ്ങനൊരു എനർജിയും കൂടുതൽ ശക്തി പ്രാപിച്ച് നമ്മൾ ആക്രമിക്കുന്നു. ശരിക്കും നമ്മളെക്കാൾ ദുർബലമാണ് ഇത്തരം എനർജികൾ. സോ ഫിലിമിലൊക്കെ നമ്മളത് കണ്ട് അതൊരു പ്രേതവും രൂപവും പോലൊക്കെ ഞാനും പലപ്പോഴും പ്രേതം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊരു എനർജിയാണ്. അപ്പം ആ എനർജിയുടെ മുമ്പിൽ നമ്മൾ സ്വയം കീഴടങ്ങുമ്പോൾ നമ്മളുടെ ഉൾമനസ്സ് പ്രാപിപ്പിച്ച് വച്ചിരിക്കുന്ന മറ്റൊരു രൂപം വലുതാവുകയാണ് നമ്മുടെ മുന്നിൽ. നമ്മൾ ആപത്ത് തേടിക്കൊണ്ടുവരുന്ന രീതിയാണ് പ്രേതങ്ങളെ കണ്ട് നമ്മൾ കൂടുതൽ ഭയന്ന് നമ്മൾ ഏറ്റവും താഴ്ന്ന രീതിയിൽ സഞ്ചരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു വിവാഹബന്ധം വേർപിരിയൽ, അസുഖങ്ങൾ, കുട്ടികൾക്ക് വരുന്ന ഈ ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ, ഇതൊക്കെ ഒരു വീടിന്റെ ദോഷസ്ഥാനം കൊണ്ട് സംഭവിക്കുന്നതാണോ? തീർച്ചയായിട്ടും കുട്ടികൾ ഓട്ടീസം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കിഴക്കടഞ്ഞ വീട്ടിലെ മൂത്ത കുട്ടികൾക്ക് ഓട്ടീസം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കിഴക്ക് ക്ലോസ് ആയി നിൽക്കും ചില വീട്ടില്. കിഴക്ക് അവർ തുറക്കില്ല. ഒരുപക്ഷെ അപ്പുറത്തൊരു അപ്പാർട്ട്മെന്റ് ആയിരിക്കാം. അപ്പം അവരുടെ കിഴക്ക് ചുമരില്ല, അവരുടെ പടിഞ്ഞാറ് ചുമര് ഇവരുടെ കിഴക്ക് ചുമരാവുന്ന അപ്പാർട്ട്മെന്റാണ്. അപ്പൊ കിഴക്ക് അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. ഒരുപാട് സാധ്യത ഉണ്ട് ആ വീട്ടിൽ ആദ്യ കുട്ടിക്ക് ഓട്ടീസം വരുവാൻ. ഒരുപാട് എൻ്റെ എക്സ്പീരിയൻസിന് ഒരുപാട് വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ കിഴക്ക് അടയുന്നൊരു ഭാഗം, കിഴക്ക് പൂർണ്ണമായും നിങ്ങൾ അടയ്ക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടില് പഴയ ചിന്താഗതി ഒന്നും പോവില്ല. ഒരു കഴിഞ്ഞ ആഴ്ച നടന്നൊരു വഴക്കായിരിക്കാം, പക്ഷെ അവരുടെ മനസ്സിൽ നിന്ന് ആ വഴക്കോ അതിന്റെ വിദ്വേഷങ്ങളോ അവരോട്ട് പോവില്ല. 1 മാസം 2 മാസം 6 മാസം കഴിഞ്ഞാലും 6 മാസത്തിന് മുമ്പ് നടന്ന ആ അനുഭവങ്ങൾ മാറി പറഞ്ഞ് വഴക്കിടുന്ന എത്രയോ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്.
കിഴക്ക് ക്ലോസ് ആകുമ്പോൾ ഒന്നുകൊണ്ടൊക്കെ ഇപ്പം അസുഖം ഇത് മാത്രമല്ല, പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവുന്നു. പക്ഷേ ഏറ്റവും എനിക്കൊരു ആശ്ചര്യമായിട്ട് തോന്നിയിട്ടുള്ളത്, കിഴക്കടയുന്ന വീട്ടിൽ നിന്നും അവരാരും അവരുടെ പ്രയാസങ്ങളോ മറ്റൊരു കാര്യങ്ങളോ അവർ മറക്കുന്നില്ല. ഒരു സാഹചര്യം അവിടെ നിന്ന് വിട്ടുപോകുന്നില്ല, വഴക്ക് അവിടെ നിന്ന് വിട്ടു പോകുന്നില്ല. ഒരു തുടർച്ചയായിട്ട് അതിനെ ഓർത്ത് വഴക്കിട്ടോണ്ടിരിക്കുക. പിന്നെ കിഴക്ക് എന്നുള്ളൊരു സ്രോതസ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ തന്നെ ആ വീടിന്റെ പുത്രഭാഗ്യം ബാധിക്കുന്നുണ്ട്. കിഴക്കടഞ്ഞ വീട്ടിൽ പുത്രഭാഗ്യം വളരെ ദൗർബല്യമാണ്. ഉൽപാദനശേഷി ആ പുരുഷൻ നഷ്ടപ്പെടുകയാണ്. കാരണം സൂര്യനാണ് ജീവന്റെ ആധാരം. അപ്പം എവിടേക്ക് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പുത്രഭാഗ്യം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീട് നിന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ സ്വയം ചോദിച്ചു. പിന്നെ അതുകൊണ്ട് കിഴക്കടഞ്ഞ വീട്ടിൽ കല്യാണം വളരെ താമസിക്കും. ചില ആൾക്കാർ ഒരുപാട് കാലങ്ങളായിട്ട് വിവാഹം അന്വേഷിക്കുന്നു, നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഭവനത്തിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾ ആരെ കയ്യിലും കൊണ്ട് ദുർമന്ത്രവാദത്തിനും അനാവശ്യമായി കാശ് ചിലവാക്കി നിങ്ങൾ സമയം കളയണ്ട. നിങ്ങൾ വീടിന്റെ ഈസ്റ്റ് ഓക്കെ ആണോ? ഈസ്റ്റ് ഓക്കെ ആക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെ ഈസ്റ്റ് ഓക്കെ ആക്കിയിട്ട് പരിശ്രമിക്കുക കല്യാണത്തിന് വേണ്ടി. ഈസ്റ്റ് ഓക്കെ ആയി കഴിയുമ്പോൾ തന്നെ വീട്ടിന്റെ ഒരുപാട് കാര്യങ്ങൾ, പുത്രഭാഗ്യം, മാംഗല്യഭാഗ്യം, ഇത്തരം രീതികളെല്ലാം ഈസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ വരുന്നുണ്ട്. വാസ്തു സിമ്പിളാണ്. ഒരു ചുമര് മൂടുകയോ ഒരു ചുമര് തുറക്കുകയോ, ഇത്രേ ഉള്ളൂ. അത് എത്ര ഡിഗ്രിന്ന് ചെയ്യണം എന്നുള്ളതാണ് ഒരു വാസ്തു ടെക്നീഷ്യന്റെ സഹായത്തോടെ ചെയ്യണം. കാരണം സൂര്യപ്രകാശമാണ് ജീവന്റെ ആധാരം. അപ്പുറത്തൊരു തെങ്ങ് വളരുന്നു, അതിനടുത്തൊരു വീട് കെട്ടുമ്പോൾ ആ തെങ്ങിന് മനസ്സിലാവുന്നു തന്റെ സൂര്യപ്രകാശം എന്നേക്കും അതിന് നഷ്ടപ്പെടാൻ പോവാന്ന്. ഇത്രയും ഭാരമേറിയ ശരീരം കൊണ്ട് ആ തെങ്ങ് വളഞ്ഞ് സൂര്യപ്രകാശത്തിലോട്ട് പോകുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണേ. സൂര്യപ്രകാശമാണ് ജീവന്റെ ആധാരം. വാസ്തു അതിന്റെ ഉൾക്കാമ്പും സൂര്യപ്രകാശം തന്നെയാണ്. ഈസ്റ്റ് എന്നുള്ളൊരു ഭാഗം ഒരു വീട്ടിൽ, അതാണ് വടക്ക് കിഴക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം. ഞാൻ കുറച്ചു മുമ്പ് നിങ്ങൾ സൂചിപ്പിച്ചാൽ ദുർമന്ത്രവാദം ഏറ്റൊരു വീട് പോലും വാസ്തുവിലൂടെ 100% ആ വീടിനെ പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ മറ്റൊരു ശത്രു സംഹാരമോ കാര്യമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിനുള്ളിൽ നിങ്ങൾക്ക് ദുർമന്ത്രവാദം ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല അറിവുള്ളൊരു വാസ്തു ടെക്നീഷ്യനെ കേരളത്തിൽ അന്വേഷിക്കേണ്ട, കേരളത്തിന്റെ പുറത്ത്. കേരളത്തിൽ അത്തരം ആൾക്കാർ മറ്റു ചില കാര്യങ്ങളാണ് പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് പഠിച്ചു, ഞാൻ പഠിച്ചതും ഒക്കെ എല്ലാം തമിഴ്ന്നാണ്. അപ്പൊ എനിക്ക് ആ ഒരു ട്രഡീഷണൽ സ്വഭാവത്തോടെ ഞാൻ വരുന്നത്. അപ്പം ഒരുപാട് ഗുരു സാന്നിധ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പറയാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു വാസ്തുശാസ്ത്രമുണ്ട്, അതുപോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ വാസ്തുശാസ്ത്രം ഉണ്ടോ? ഒരേ സെയിം തന്നെയാണോ അവിടെയൊക്കെ? കേരളത്തിൽ നമ്മളായിട്ട് മെനഞ്ഞെടുത്ത ഒരുപാട് ചാതുർവർണ്ണയത്തിന്റെ മറവിൽ കേരളത്തിൽ ശാസ്ത്രങ്ങൾ തന്നെ വളരെ ഭയങ്കരമായി വിഭജിക്കപ്പെട്ടു. സൂത്രമാണ്. താഴ്ന്ന ജാതിക്കാരൻ ഈ ശാസ്ത്രം മതി. കാരണം വാസ്തു പോലത്തെ ഹൈലി ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യുന്ന ശാസ്ത്രങ്ങളൊക്കെ എപ്പോഴും താഴ്ന്ന ജാതിക്കാർ കൊടുക്കില്ല. അവർ അതിനെ വക്രീകരിച്ച് കൊടുക്കുള്ളൂ. കാരണം ഒരു വാസ്തുയോഗ്യമായ വീട്ടിൽ താമസിക്കുന്ന ഒരു യുവാവ് ചില മാസങ്ങൾക്കുള്ളിൽ എന്തിന് ഏതെന്ന് ചോദിക്കും. ഈ ചോദ്യം എന്നേക്കും ഇവർക്ക് ഭയമാണ്. കാരണം ബലിഷ്ഠനായ ഒരു മണ്ണിൽ പണിയെടുക്കുന്ന തീയൻ അല്ലെങ്കിൽ താഴ്ന്ന ജാതി, താഴ്ന്നെന്ന് പറയുന്നത് നമ്മുടെ വർത്തമാനത്തിനുണ്ട്. ഒരിക്കലും താഴ്ന്നത് പൊങ്ങിയെന്നുള്ളതില്ലല്ലോ. നമ്മുടെ പഴയ കേട്ടും പഠിച്ചും വന്ന രീതികൾ താഴ്ന്ന ഉയർന്നെന്ന് പറയുന്നുള്ളൂ. മറ്റൊരു രീതിയിൽ തെറ്റിദ്ധാരണ വേണ്ട. അപ്പോൾ അവർ കാണുന്ന, നിങ്ങളെല്ലാം താഴ്ന്നവരാണെന്ന് കാണുന്നവർക്ക് വാസ്തുയോഗ്യമായ ഒരു ഭവനത്തിൽ താമസിക്കുകയാണെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ ആ കുട്ടിക്കുള്ളിൽ നിന്നൊരു ചോദ്യം വരും. നമ്മുടെ പഴയ സാംസ്കാരിക നായകന്മാർ ഒരുപാടുണ്ട് ഇവിടെ. നവോത്ഥാന നായകന്മാരുണ്ട്. മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു. ഇവരുടെ ഉള്ളിൽ നിന്നും ഉയർന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. തമിഴ്നാട്ടിൽ തന്തൈ പെരിയാർ എന്ന് പറഞ്ഞ്. അപ്പം ഇത്തരം നവോത്ഥാന നായകന്മാരുടെ ഉള്ളിൽ നിന്നും ഉണർന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അല്ലെ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും ഇത്തരം ഉണർവും ഇത്തരം ധൈര്യവും ഈ രീതിയിലുള്ള മാനസിക ശാരീരികമായിട്ടുള്ള പ്രചോദനവും ഒരു വാസ്തുവിൽ നിന്ന് കിട്ടുന്നതാണെന്നാണ് 100% ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് പണ്ടേ ഇതറിയാമെന്നുള്ള എന്താ പറയാ, വലിയ ജാതിക്കാരെന്ന് അവകാശപ്പെടുന്ന ശാസ്ത്രം കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന അവർക്ക് ഇത് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ താഴേക്ക് ഈ ഒരു പ്രവാഹവും ഈ പവറും പോവാതിരിക്കാൻ അന്നേക്കുന്നതിനെ വക്രീകരിച്ചു. ആ വക്രശാസ്ത്രമാണെന്ന് കേരളത്തിൽ അതിസമർത്ഥമായി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നോർത്ത് ഈസ്റ്റിൽ വടക്ക് കിഴക്ക് കുളമാണ്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന വീട്ടിൽ വടക്ക് കിഴക്ക് അടുക്കളയാണ്. വാസ്തു ഒന്നേ ഉള്ളൂ. പഞ്ചഭൂതങ്ങളെ ആധാരമാക്കിയ ഒരേ ഒരു വാസ്തു ഉള്ളൂ. കേരളീയ വാസ്തുശാസ്ത്രം, പെൻറ്റുലം, പിന്നെ മറ്റിങ്ങനെ പല രീതികളിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നതെല്ലാം തെറ്റാണ്. എന്തുകൊണ്ട് ഞാൻ തെറ്റെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു വർക്ക് ഞാൻ 10-17 വർഷമായിട്ട് ഇതിന്റെ പിന്നില്ല. അപ്പൊ ഞാൻ ഈ പോകുന്ന വീട്ടിലെല്ലാം ഇത്തരം തെറ്റിദ്ധാരണകളിൽ കാശ് കൊടുക്കുന്നു. അതിനുശേഷം അവരങ്ങ് പോകുന്നു. പിന്നെ ഈ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന നേരിട്ട് കാണുന്നതുകൊണ്ടാണ്. എന്തോരം കാശ് ചെലവാക്കിയും അവർക്ക് മേലിലും ദുരിതങ്ങളാണ്. ആത്മഹത്യ, ജോലി സ്ഥായി തൊഴിൽ വരുമാനങ്ങളൊന്നുമില്ല, വിവാഹങ്ങൾ നടക്കുന്നില്ല. എന്തിന്? വിവാഹ ബന്ധം വേർപിരിയുന്നത് പോലും വാസ്തു കാരണമാണ്. ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ജീവിച്ച് പൊയ്ച്ചോടിക്കുന്ന ഒരു കാലം പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാൽ നിങ്ങൾ മറ്റൊരു വീട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ബന്ധം മെല്ലെ
ആ ഒരു പഴയൊരു ഡിസോർഡർ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാസ്തു തരുന്ന മാറ്റങ്ങളാണ്. മനുഷ്യനത് മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ഏതൊരു പ്രശ്നത്തിന്റെയും സ്റ്റാർട്ടിങ് നമ്മൾ വരുമ്പോൾ അതിന് വാസ്തു ഒരു കാരണമാകുന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട് പണിയുമ്പോൾ ഇങ്ങനെ ഞാനൊരു നാട്ടിൻ പുറത്തുനിന്ന് വരുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് അവർക്ക് ചോദ്യങ്ങളും സംശയങ്ങളും അന്ധവിശ്വാസങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വീട്ടിൽ പൂജാ റൂം പണിയാൻ പാടില്ല എന്ന്. കാരണം വീട് ദൈവത്തെ നമ്മൾ അമ്പലത്തിൽ തൊഴുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ വീട്ടിൽ പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആവും, നമ്മൾ മീൻ വാങ്ങും, ഇറച്ചി വാങ്ങും. അപ്പം വീട്ടിൽ പൂജാ റൂം പണിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതൊക്കെ മാറി ഒരു ചെറിയൊരു അലമാരക്കകത്ത് വരെ പൂജാ റൂം വരെ എത്തിയിട്ടുണ്ട്. കാരണം വീടിൻ്റെ സൈഡിൽ ഒരു ഷെൽഫിലൊക്കെ അലമാരയുണ്ട്. അങ്ങനെ ഉണ്ടോ? വീട്ടിൽ പൂജാ റൂം പണിയാൻ പാടുണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാസ്തു രീതികളിലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. വാസ്തു രീതികളിൽ അടുക്കള പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. പഴയ വീടുകളൊക്കെ ഒന്ന് എന്നെ കേൾക്കുന്ന പഴയ ആൾക്കാർക്ക് അറിയാം, ഒരു മൂലയ്ക്ക് അടുപ്പായിരിക്കും, അതിന് മുറിയില്ല. ഇന്നത്തെ വാസ്തു വിദഗ്ധർ പറയുന്ന അടുക്കളയ്ക്ക് ഇങ്ങനെ ഒരു മുറി എന്നാ പറയുന്നത്. അടുക്കളയ്ക്ക് ഒരു പോയിന്റ്, അതിന്റെ പേര് അഗ്നിമൂല. സൗത്തും കിഴക്കും കൂടെ ചേരുന്ന ഒരു മൂലയാണ് അഗ്നിമൂല എന്ന് പറയുന്നത്. കിഴക്കും തെക്കും കൂടെ ചേരുന്ന ഒരു മൂലയാണ് അഗ്നിമൂല. അഗ്നിമൂലയിൽ ഈസ്റ്റ് ഫേസ് ചെയ്ത് പാചകം ചെയ്യാം. പക്ഷേ അതിന് ഒരു റൂം നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ സർവ്വവ്യാപിയായ ഈശ്വരന് റൂം കാണോ? അതാ ഈ അമ്പലമൊക്കെ അപ്പൊ എന്തിനാണ്? ഞാൻ പറയാം, അമ്പലം എന്തിനാണ്? അമ്പലം വളരെ ആവശ്യമാണ്. കാരണം അമ്പലത്തിനുള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതികളല്ല. അതിന് അടുത്തൊരു ചോദ്യത്തിലൂടെ അമ്പലത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ തൽക്കാലം നിങ്ങൾ ചോദിച്ച ചോദ്യം, വാസ്തു രീതിയിൽ പൂജാ റൂം നിർബന്ധമല്ല. ഭഗവാൻ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ല മനസ്സോടെ നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ സമ്പത്ത്. ഈ രണ്ട് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാവും. പൂജാ റൂമും ഒരു വീട്ടിനുള്ളിൽ നമ്മുടേതായിട്ടുള്ള താല്പര്യവും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഭാഗത്ത് കൃത്യതയോടെ ഒരു നല്ലൊരു സ്വഭാവ രീതിയിൽ വളർത്തിയെടുക്കണം, ദൈവഭക്തിയിൽ വളർത്തിയെടുക്കണമെങ്കിൽ ഒരു പ്രത്യേക ഒരു മുറി, അവിടെ ഒരു പ്രത്യേക രീതിയിൽ അവർ ഇരിക്കും. അങ്ങനെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി ഒരു പ്രയർ റൂം പോലെ കൊണ്ടുവരാം. ദൈവത്തിനുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. ദൈവത്തിന് നിങ്ങൾ സർവ്വവ്യാപിയായ ദൈവത്തിന് നിങ്ങൾ എങ്ങനെ വേണമോ പ്രാർത്ഥിക്കാം. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇതുപോലെയുള്ള എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമായിട്ട് വീണ്ടും എത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സാറിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാറിൻ്റെ കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം.